ക്വസ്റ്റ്യൻ സെക്ഷൻ. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ MCQ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ഒരാൾക്ക് എഴുതി പഠിക്കാൻ കൊടുത്തിരുന്നു. ഒരാൾക്കല്ല, കുറച്ചധികം പേർക്ക് കൊടുത്തിരുന്നു. തനിത്ര മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. യെസ്, തനിത്ര ഞാൻ കണ്ടു. പിന്നെ ആർക്കാ കൊടുത്തിരുന്നത്? എമി എഴുതി പഠിച്ചിരുന്നോ? ആ, എമി എഴുതി പഠിച്ചിട്ടുണ്ട്. വേറൊരാൾക്ക് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്ത ആൾക്കാർ സത്യസന്ധമായി വരേണ്ടതാ. ആലിയ. ഓക്കെ, ആലിയ ചെയ്തോടാ. ഓക്കെ, അടിപൊളി കേട്ടോ, വെരി ഗുഡ്. നല്ല കുട്ടികൾ, ചെയ്തവർ നല്ല കുട്ടികൾ. യെസ്. അപ്പോൾ നമ്മൾ ചാരുവിന് 5 പ്രാവശ്യം പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തെങ്കിലും തീരുമാനമായോ ചാരു? ഇനിയും കൂട്ടണോ എണ്ണം? എന്താ എഴുതിയായിരുന്നോ? എഴുതിക്കൊണ്ടിരിക്കുക. ഇന്റർവെല്ലിനൊന്നും സമയമില്ല ചാരുവിന് എഴുതാൻ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി. പോകണ്ട, നീ ഇമ്പോസിഷനിൽ തീർത്തിട്ട് പോയാൽ മതി. ഓക്കെ, ഇവിടെ നോക്കിക്കോ. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൈൻഡിങ് ചോക്ക് ഇൻ ടു പൗഡർ ആൻഡ് എക്സാമ്പിൾ ഓഫ്. ഓക്കെ, കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും കൂടി മിസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ആദ്യം നേരിട്ടുള്ളതാണ്. സോ ഇത് നമ്മൾ 7th റിലേറ്റഡ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്ന കാര്യമല്ല. ഫിസിക്കൽ ചേഞ്ച് ആണോ, ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണോ, ഫേസ് ചേഞ്ച് ആണോ, കെമിക്കൽ ചേഞ്ച് ആണോ? സോ ആരോട് ചോദിക്കും നമുക്ക്? ശ്രീനന്ദ. യെസ്, എന്താണ് ആൻസർ? ഫിസിക്കൽ ചേഞ്ച് ആണോ? ഉത്തരം നോക്കട്ടെ മിസ്. കൺഗ്രാറ്റുലേഷൻ, കറക്റ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ ചോക്ക് പൗഡറിനെ കട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. ഷേപ്പ് ഓർ സൈസിലൊക്കെ മാറ്റം വരാം, സ്റ്റേറ്റിൽ മാറ്റം വരാം, ഫേസിലൊക്കെ മാറ്റം വരുമ്പോൾ നമ്മൾ പൊതുവെ അതിനെ ഫിസിക്കൽ ചേഞ്ച് എന്നാണ് പറയുക. അതർ ദാൻ ദാറ്റ് ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഓർക്കണ്ടാവും. 7th പഠിച്ചതാണ് ഇതൊക്കെ. യെസ്, അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു അത്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ഷുഗർ വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ? ഓക്കെ, ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ എന്താണ് ഹാപ്പൻ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഇൻക്രീസസ് ദ വാട്ടർ ലെവൽ സിഗ്നിഫിക്കൻ്റ്ലി, ഫോംസ് എ ന്യൂ സബ്സ്റ്റൻസ്, ബ്രേക്ക് ഇൻ ടു പാർട്ടിക്കിൾസ്, ടേൺ ഇൻ ടു ഗ്യാസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ആൻഡ് ആൻസർ നമുക്ക് ആര് പറഞ്ഞു തരും മിസ്? ആദിൽ. യെസ്, എന്താണ് ആൻസർ? ഉറപ്പാണോ നിനക്ക്? കാര്യമായിട്ടെന്ന് പറയൂലേ, ഒരുപാട് കാണുന്ന രീതിയിൽ ഒത്തിരി അധികം എന്നൊക്കെ പറയൂലേ? അതല്ല, അതല്ല. ഓക്കെ, എന്നിട്ട് അടുത്തത് ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യോ? പ്രത്യേകിച്ച് പുതിയതൊന്നും വന്നില്ല അല്ലേ? അപ്പൊ അതുമല്ല. അതോ? അതാണ്. ഉറപ്പിച്ചോ നീ? എല്ലാ ഓപ്ഷനും നിങ്ങളുടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യുന്ന നല്ലതാണ്. എല്ലാം വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ. ഓക്കെ, വാട്ട് ഹോൾഡ് പാർട്ടിക്കിൾസ് ടുഗെദർ ഇൻ സോളിഡ്സ്? ഓക്കെ, സോളിഡ്സിലെ ഈ പാർട്ടിക്കിൾസിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് എന്താണ്? ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ ആണോ, ഇലക്ട്രിക് ചാർജസ് ആണോ, ഗ്രാവിറ്റി ആണോ, ഫ്രിക്ഷൻ ആണോ? യെസ്, ആര് പറഞ്ഞു തരും? അൽഥിയ. ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ നമ്മളിപ്പോൾ പഠിച്ചതാണല്ലേ. ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ ആണ് ആ ഫോഴ്സ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം. വെരി ഗുഡ്. യെസ്, അതും കറക്റ്റ് ആയിരുന്നു. വാട്ട് ഹാപ്പൻസ് അറ്റ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് എ സോളിഡ്? ഒരു സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റിന് എന്താണ് സംഭവിക്കുക? ന്യൂ സബ്സ്റ്റൻസ് ഫോംസ്, പാർട്ടിക്കിൾസ് ഗെയിൻ എനർജി ആൻഡ് മൂവ്, സോളിഡ് ബിക്കം ഗ്യാസ്, പാർട്ടിക്കിൾസ് ബ്രേക്ക്. ഓക്കെ, ആര് വിളിക്കും? പ്രാർത്ഥന. എന്താ സംഭവിക്കുക ഒരു സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തായിരിക്കും അവിടെ ഹാപ്പൻ ചെയ്യുക? കേട്ടില്ലല്ലോ, പറഞ്ഞോ. എന്ത്? ബി. ഡി, പാർട്ടിക്കിൾസ് ബ്രേക്ക് ആവുന്നല്ലേ? എ, ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യും അല്ലേ? ഓക്കെ, നമുക്ക് വേറൊരാൾ വിളിക്കാം. എല്ലാ ഓപ്ഷനും പറയണ്ട, നമുക്ക് ഒരു ഓപ്ഷനേ തരാനുള്ളൂ. എന്നാൽ ധനഞ്ജയനോട് ഒന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്യാം. ഓക്കെ ധനഞ്ജയ്, എന്തായിരിക്കോടാ? പാർട്ടിക്കിൾസ് ബ്രേക്ക് ആവോ?
മെൽറ്റിംഗ് പോയിന്റ് എത്തുമ്പോ പാർട്ടിക്കിൾസ് ബ്രേക്ക് ആവോടാ? അതായത് അവർക്ക് എനർജി കിട്ടും. ഹീറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ചേഞ്ച് ടെമ്പറേച്ചറിൽ ചേഞ്ച് വരെയല്ലേ, അവർക്ക് എനർജി ചേഞ്ച് ഉണ്ടാകും ആൻഡ് അവർ മൂവ് ചെയ്യും. അതാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഐസിന്റെ കേസിൽ ഐസ് ഇപ്പൊ മെൽറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഐസ് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ, കട്ടായിട്ടിരിക്കുന്ന ഐസാണ് ആൻഡ് അത് മെൽറ്റ് ആയി പോവാണ് ആൻഡ് വാട്ടർ ആയിട്ട് പോവാണ്. ദാറ്റ് മീൻസ് അവർക്ക് എനർജി ഗെയിൻ ചെയ്തിട്ടാണ്. അതും നമ്മൾ പറഞ്ഞതാ, വൈബ്രേഷന്റെ കേസൊക്കെ പറഞ്ഞതാ. സോ അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട്. അപ്പൊ ആൻസർ കുറെ പേർക്ക് കിട്ടിയില്ല. സോ ദാറ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. പാർട്ടിക്കിൾസ് എനർജി ഗെയിൻ ചെയ്തിട്ട് അവർ മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പാർട്ടിക്കിൾസ് ബ്രേക്ക് ആവില്ല. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന പാർട്ടിക്കിൾസ് ഇങ്ങനെ ഹീറ്റ് കൊടുക്കുമ്പോൾ ബ്രേക്ക് ആവില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഇവര് പരസ്പരം എന്ത് ചെയ്യുള്ളൂ, ഇത്തിരി ദൂരെ ഡിസ്റ്റൻസ് ഇട്ട് പോകും, മൂവ് ചെയ്യും. അതാണ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുക, ബ്രേക്ക്. അല്ലാതെ ഈ പാർട്ടിക്കിൾസിന് ബ്രേക്ക് വരില്ല. ഓക്കെ, കിട്ടിയല്ലോ? യെസ്, കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ, വൈ ക്യാൻ ഗ്യാസസ് ബി കംപ്രസ്ഡ് ഈസിലി? എന്തുകൊണ്ടായിരിക്കും ഗ്യാസസിനെ കംപ്രസ് ചെയ്യാൻ എളുപ്പമെന്ന് പറയുന്നത്? ദേ ആർ ഹെവി, ദേ ആർ സ്ട്രോങ് ബോൺസ്, their particles have large spaces, they are liquids. Simple question. Okay, ആര് പറഞ്ഞു തരും? ഓപ്ഷനിൽ നല്ല ഉത്തരം കിട്ടും. ജീന. യെസ്, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണല്ലേ. ഗ്യാസ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ പാർട്ടിക്കിൾസ് സ്പേസസ് കൂടുതലാണ്. ബാക്കി ഓപ്ഷൻസ് ഒക്കെ വെറുതെ കള്ളത്തരമാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഒക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഹാസ് നെഗ്ലിജിബിൾ ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ? സോ അത് നേരിട്ട് പറഞ്ഞാൽ മതി. ഏത് സ്റ്റേറ്റിനായിരിക്കും? ഉദിത്, ഏതിനായിരിക്കും ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ നെഗ്ലിജിബിൾ ആയിട്ടുള്ളത്? ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ. നെഗ്ലിജിബിൾ ഞാൻ മൈൻഡ് ചെയ്യണ്ട, വിട്ടുകളാന്ന് പറയൂലേ, ഗ്യാസ്. ഓക്കെ, അപ്പൊ നെഗ്ലിജിബിളിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ അത് ഓർത്ത് വെക്കട്ടെ. നെഗ്ലിജിബിൾ നോ എന്ന് പറയില്ലേ, ഒന്നുമില്ല, പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യണ്ട, വിട്ടുകളയുന്ന കാര്യമായിട്ടൊന്നും ഇല്ലാത്തത്, അതാണ് നെഗ്ലിജിബിൾ ട്ടാ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് വൺ എക്സാമ്പിൾ ഫോർ സോളിഡ് വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇപ്പൊ നമ്മൾ പഠിച്ചതാ, ഒരു ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഏതെങ്കിലും ഒരു സോളിഡ് ഓർമ്മയുണ്ടെങ്കിൽ വിത്ത് മെൽറ്റിംഗ് പോയിന്റ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ നോക്കാം കേട്ടോ. യെസ്, ആരുടെ? സ്റ്റീവ് ജോസ്. അയൺ ആണ്. വെരി ഗുഡ്. എത്രയായിരിക്കും എന്റെ മെൽറ്റിംഗ് പോയിന്റ്? 1538 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ വിത്ത് ദ മെൽറ്റിംഗ് പോയിന്റും കൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് അത് അടി ഉറപ്പിച്ച് വെച്ചിട്ട് പോകണം. ഓക്കെ, ഒരു ഓപ്ഷൻ അവിടെ ഹാഫ് മാർക്കൊന്നും കളയണ്ട. ഓക്കെ, ജസ്റ്റ് പറയുമ്പോൾ ശരിയാണ് അയൺ അത്രയും പറഞ്ഞാൽ പോരെന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ആൻസർ കീയിൽ ആ മെൽറ്റിംഗ് പോയിന്റ് ഒരു ഹാഫ് മാർക്ക് കിടപ്പുണ്ടാവും. സോ 1 മാർക്കിൽ അത് ചിലപ്പോൾ അവിടെ കിടപ്പുണ്ടാവും. സോ നമുക്ക് പഠിക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ അതും കൂടെ കീപ്പ് ചെയ്ത് പോകാം കേട്ടോ. അയൺ ശരിയാണ്, പക്ഷെ മെൽറ്റിംഗ് പോയിന്റും കൂടെ എഴുതി വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് വിച്ച് വാട്ടർ ചേഞ്ചസ് ഇൻ ടു വേപ്പർ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, എന്തായിരിക്കും ആ പ്രോസസ്? വാട്ടർ ചേഞ്ചസ് ഇൻ ടു വേപ്പർ, വേപ്പർ ആകുന്നുണ്ട്, ബോയിലിംഗ് പോയിന്റിന് താഴെ അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ എന്താ വിളിക്കുക? വിനായക്. ആ പ്രോസസ്സിന്റെ പേര് ഓർമ്മയുണ്ടോ? ഓക്കെ, ഇപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. വാട്ടർ എന്ന് പറയുന്നത് നേരെ ബോയിലിംഗ് പോയിന്റ് എത്താതെ തന്നെ വേപ്പർ ആയി എന്ന് വിചാരിക്കാം. ഓക്കെ, ആ പ്രോസസ്സിന് എന്തെങ്കിലും പേര് ഓർമ്മ വരുന്നുണ്ടോ? യെസ്, ഇവാപ്പറേഷൻ. വെരി ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇവാപ്പറേഷൻ ആണ് കേട്ടോ ഉത്തരം. നമ്മൾ പഠിച്ചതാണ്, സർഫസിൽ നടക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട്. യെസ്, ഓർമ്മിപ്പിക്കാൻ ഞാൻ. വൈ ഡു ഗ്യാസസ് ഹാവ് നോ ഫിക്സ്ഡ് ഷേപ്പ് ആൻഡ് വോളിയം? അതാര് പറഞ്ഞുതരും? എന്തുകൊണ്ടായിരിക്കും ഗ്യാസിന് ഫിക്സ്ഡ് ഷേപ്പ് ഇല്ല, വോളിയം എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നത് റീസൺ? because gas moves freely and does not any shape form free ആയിട്ട് മൂവ് ചെയ്യും. ഓക്കെ, പിന്നെ കണ്ടെയ്നറിന്റെ ഷേപ്പ് കൊടുക്കൂല മെയിൻലി. വോളിയം ഇത് it spreads a lot so that it doesn't have fixed volume. ഓക്കെ, ആൻഡ് ഇന്റർ പാർട്ടിക്കൽ അട്രാക്ഷൻസ് എങ്ങനെയായിരിക്കും? It is very weak or negligible. ഓക്കേടാ, അടിപൊളി. സോ ആ പോയിന്റ്സും കൂടെ ഒക്കെ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ കുറേ പോയിന്റ്സ് പഠിക്കാനില്ലേടാ, അതൊക്കെ ആഡ് ചെയ്തിട്ട് പറഞ്ഞാൽ ഒന്നും മിസ്സാവില്ല അതിൽ നിന്ന്. അതുകൊണ്ടാണ് നീ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്, ഒന്നും മിസ്സാവാതെ പറയാൻ നോക്കുക, അത്രേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
യെസ്. Yes, because the particles in gases move freely in all direction with negligible attraction, occupy the entire available spaces, thus no definite volume and no shape. അതന്നെ ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഫിക്സ്ഡ് ഷേപ്പ് ആൻഡ് ഫിക്സ്ഡ് വോളിയം ഇല്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഡയറക്ഷനിലും, കാരണം അവിടെ വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് അട്രാക്ഷൻ ആണുള്ളത്, സോ ദാറ്റ് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ എടുത്താൽ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പിലേക്ക് അത് പോകും അല്ലേ, ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല, എവിടെ വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് അതാണ് എൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ, ഈ പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാവണം, ഒന്നും മിസ് ചെയ്യരുത്. ഓക്കെ, അതിൻ്റെ കൂടുതലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. നമുക്ക് കൂടുതൽ അറിയാന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെച്ചോ, തെറ്റ് എഴുതരുത് കേട്ടോ, ശരിയായത്. കുറേ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ടല്ലോ, അതൊക്കെ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വൈ ഡു ഗ്യാസസ് മിക്സ് ഈസിലി വൈൽ സോളിഡ്സ് ഡു നോട്ട്? ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്യാസസ് പെട്ടെന്ന് മിക്സ് ആവുന്നുണ്ട്, പക്ഷെ സോളിഡ്സ് അങ്ങനെ പെട്ടെന്ന് മിക്സ് ആവുന്നില്ല, എന്തുകൊണ്ടായിരിക്കും? ഡാനിയലിന് എന്ത് തോന്നുന്നു? യെസ്, ഫുഡ് കഴിച്ചു കഴിഞ്ഞായിരുന്നോ? എന്നാ പറഞ്ഞോളൂ, എന്താണ് ഗ്യാസസ് മിക്സ് ചെയ്യുന്നുണ്ട് സോളിഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന്റെ റീസൺ? Because gases have less volume. They do not have volume. Gases do not have volume. Okay. And solids ഇല്ല. ഓക്കെ മിസ്, അതായിട്ടില്ല, കറക്റ്റ് ആയിട്ടില്ല, ഉത്തരം കറക്റ്റ് ആയില്ല. സോ ആരെ വിളിക്കും? തനുത്ര. യെസ്, എന്താണ് ആൻസർ? ഡാ solids have high interparticular attractions and gases have very less interparticular attractions. ഓക്കെ, അത് പിന്നെ And gases also have high interparticular space, but whether solids do not have. ഓക്കെ, ഇനി എങ്ങനെയാ പാക്കിംഗ് പറയുകയാണെങ്കിൽ? Solids are tightly packed, but gases are able to move freely. ആ പോയിന്റും കൂടെ ആഡ് ചെയ്യണം, അതാണ്, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, ഗ്യാസസ് മിക്സ് ഈസിലി ബിക്കോസ് ദെയർ പാർട്ടിക്കിൾസ് ആർ ഫാർ അപ്പാർട്ട്. ഒരുപാട് ദൂരം ഉള്ളതാണ് അല്ലേ, ഓരോ പാർട്ടിക്കിൾസിനും ദൂരമുണ്ട്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അട്രാക്ഷൻ കുറവായിട്ടുള്ളത് കൊണ്ടാണ്. സോ ദാറ്റ് അവിടെ മൂവ് ഫ്രീലി ഇൻ ഓൾ ഡയറക്ഷൻ, അതും കറക്റ്റ് ആണ്. ദിസ് അലോസ് ഗ്യാസ് പാർട്ടിക്കിൾസ് ടു സ്പ്രെഡ് ആൻഡ് മിക്സ് വിത്ത് ഗ്യാസസ് ക്വിക്ലി. അതുകൊണ്ട് തന്നെ വേറെ വേറെ ഗ്യാസസുമായിട്ട് മിക്സ് ചെയ്യാം, കാരണം ഒരു പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുന്നു, മറ്റൊരു പാർട്ടിക്കിൾ അവിടെ ആണെങ്കിൽ വേറെ അതർ ദാൻ ഗ്യാസസ് മറ്റ് ഗ്യാസസിനൊക്കെ വന്നിട്ട് ഇവരായിട്ട് മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. ആൻഡ് സോളിഡ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അവർ മിക്സ് ചെയ്യുന്നില്ല, ബിക്കോസ് അവർ ക്ലോസ്ലി പാക്ഡ് ആണ്. സോ ആ പോയിന്റ് നോട്ട് ചെയ്യുക, ക്ലോസ്ലി പാക്ഡ് ആണ് ആൻഡ് സ്ട്രോങ് ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് പൊസിഷനിൽ ഇപ്പോൾ ഓൺലി അവിടെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യാന്നല്ലാതെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഗ്യാസസിനെ വെച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് നമ്മൾ പറഞ്ഞത്, ഓൾറെഡി നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ എങ്ങനെയാണോ അത് എഴുതി വെക്കുന്നത് എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇതൊന്നും നമുക്ക് പുതിയതല്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾ ആ പേപ്പറിൽ അത് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ ആ ഒരു റിലേറ്റഡ് സോളിഡിനെ പറ്റിയും ഗ്യാസസിനെ പറ്റിയും നിങ്ങൾക്ക് അറിയാവുന്നു അതൊക്കെ ആഡ് ചെയ്ത് വെച്ചോളാൻ പറഞ്ഞത്, ഒന്നും മിസ്സാക്കി കളയരുത്. ലോങ് ആൻസർ ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. യെസ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇവാപൊറേഷൻ ആൻഡ് ബോയിലിംഗ്. സോ അതാര് പറഞ്ഞത്? ശ്രേയ. എന്തായിരിക്കും ഇവിടെ ഇവാപൊറേഷനും ബോയിലിംഗ് തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്തായിരിക്കും? Boiling എന്ന് പറയുമ്പോൾ മിനിമം ടെമ്പറേച്ചർ ബോയിലിംഗ് എന്ന് പറയുമ്പോൾ ഇവാപറേഷൻ അങ്ങനെ ബോയിലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്യാസ് ആയിട്ട് പോകും. ഇവാപറേഷൻ ബോയിലിംഗ് ചെയ്തിട്ട് ഗ്യാസ് ആയിട്ട് പോകും. അടിപൊളി കേട്ടോ, വെരി ഗുഡ്. അവിടെ ഇരുന്നോ, അടുത്ത ആൾ വിളിക്കാം. സായന്തേ. യെസ്, എന്താടാ ഇവാപറേഷനും ബോയിലിംഗും? The water gets into the form of vapor below the boiling point is known as evaporation. Okay. Boiling means when liquid boils when it boils at a particular temperature in atmospheric pressure is known as boiling. ഓക്കെ, സമ്മതിച്ചു. എന്നാലും വ്യത്യാസമായിട്ടില്ല.
ഇത് ഇവാപ്പറേഷൻ ആൻഡ് ഇത് ബോയിലിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രോസസ്സിന്റെ സ്ലോ ആയിട്ടായിരിക്കും പെട്ടെന്നായിരിക്കും നടക്കുക ഇവാപ്പറേഷൻ? സ്ലോ പ്രോസസ് ആണ് അല്ലേ? ഇപ്പോൾ ഇപ്പൊ ബോയിലിംഗിന് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ വെസലിൽ ഉപയോഗിച്ച് അത്രയും തന്നെ ഇവാപ്പറേഷൻ നടക്കില്ല. അതിന് ടൈം എടുക്കും, ഒരുപാട് ടൈം എടുക്കും. യെസ്, അപ്പോൾ സ്ലോ പ്രോസസ് ആണ്, അതൊരു ഡിഫറൻസ് ആണ്. സ്ലോ പ്രോസസ് ആണ് ഇവാപ്പറേഷൻ കമ്പയർഡ് ടു ബോയിലിംഗ്. ആൻഡ് പിന്നെ ഇതെവിടെയാണ് നടക്കുക, ഏത് ഏരിയയിലായിരിക്കും ഇവാപ്പറേഷൻ കൂടുതൽ നടക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ടറിൽ സർഫസിലായിരിക്കും കൂടുതൽ നടക്കുക, ആദ്യം സർഫസിൽ. ഓക്കെ, പക്ഷെ ബോയിലിംഗ് അങ്ങനെയല്ല. ഓൾ ഓവർ ദ സൊല്യൂഷൻ അല്ലെങ്കിൽ ഓൾ ഓവർ ദ ലിക്വിഡ് അല്ലെങ്കിൽ ബൾക്ക് ഓഫ് ദ ലിക്വിഡ്, ത്രൂ ഔട്ട് ദ ലിക്വിഡ് എന്നൊക്കെ പറയാം. ഓക്കെ ആണല്ലോ, കിട്ടിയോ? യെസ്. അപ്പോൾ അത് കുറച്ച് പേർക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇവാപ്പറേഷൻ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ഡെഫിനേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ആ ഡെഫിനേഷൻ എഴുതിയിട്ട് ആഡ് ചെയ്തിട്ട് പറഞ്ഞാലും മതി കേട്ടോ. ഓൾറെഡി നമുക്ക് ഇവാപ്പറേഷൻ്റെ ഡെഫിനേഷനും പഠിക്കാനുണ്ട്, ബോയിലിംഗിൻ്റെ ഡെഫിനേഷനും പഠിക്കാനുണ്ട്. ബോയിലിംഗ് പോയിന്റ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയാതെ, സോ ദാറ്റ് ഇതും കൂടെ ആഡ് ചെയ്യുക. സോ ഇവാപ്പറേഷൻ ഇസ് എ സ്ലോ പ്രോസസ് ആൻഡ് ദാറ്റ് റിക്വേഴ്സ്, അത് ഒക്യൂസ് ഇൻ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ആണ് നടക്കുന്നത്. അതിൻ്റെ മുകളിലുള്ളതാണ് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക. ആൻഡ് ബോയിലിംഗ് എന്ന് പറയുന്നത് റാപ്പിഡ് പ്രോസസ് ആണ് ആൻഡ് ഫിക്സ്ഡ് ടെമ്പറേച്ചറിൽ മാത്രമേ നടക്കുള്ളൂ. ആൻഡ് ബൾക്ക് ഓഫ് ദി സൊല്യൂഷൻ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി സൊല്യൂഷനിൽ നടക്കും. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ? ഇത് ആർക്കെങ്കിലും ഐഡിയ കിട്ടിയായിരുന്നോ നേരത്തെ? കിട്ടിയെന്നൊക്കെ പറയൂ ഇനി. കിട്ടിയെന്നൊക്കെ പറയും, എനിക്കറിയാം. ഓക്കെ, യെസ്. അപ്പോൾ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവാപ്പറേഷൻ ബോയിലിംഗ് നമുക്ക് പഠിക്കാനുള്ളതുകൊണ്ടാണ്. ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. യെസ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ക്യാൻ യു ഈസിലി മൂവ് യുവർ ഫിംഗർ ത്രൂ വാട്ടർ ബട്ട് നോട്ട് ത്രൂ എ സോളിഡ്? ഓ യെസ്, ആര് പറഞ്ഞത്? വെയ്റ്റ്. വേദിനെ കുറച്ച് ആളായ കണ്ടിട്ട്. ഞാൻ കുറച്ച് ദിവസമായല്ല കണ്ടിട്ട് വേദിന. വലിയ പുള്ളി. പറ ഉത്തരം. അത് തന്നെ ഉത്തരം. വെരി ഗുഡ്. യെസ്. In water, particles are loosely packed and have a weak interparticle attraction, allowing movement. In solids, the particles are closely packed and strong interparticles of attraction, and that prevents movement. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. സോ ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രക്ചർ മാത്രമേ മാറുന്നുള്ളൂ, ആൻസേഴ്സ് പകുതിയും കറക്റ്റ് ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, ചോദിച്ചാലോ? എന്താണ് ഡൗട്ട്? ഒരു സോളിഡ് ലിക്വിഡേക്കും ചേഞ്ച് ആവുമ്പോ, അതായത് ഹീറ്റോട് ചേഞ്ച് ആവുമ്പോൾ മെൽറ്റിംഗ് പറയാം. ഓക്കെ, ലിക്വിഡ് സോളിഡ് ഗ്യാസ് ചേഞ്ച് ആവുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് മാറാണെങ്കിൽ സബ്ലിമേഷൻ എന്നാ പറയാം. സബ്ലിമേഷന് മിനിമം ടെമ്പറേച്ചർ അങ്ങനെ പറയാൻ പറ്റില്ല, ചില ഉണ്ടെന്നും പറയാം. ഓക്കെ, ഫോർ അതിന് എക്സാമ്പിൾ പറയുന്നത് കർപ്പൂരില്ലേ? കർപ്പൂരം കത്തുമ്പോൾ കർപ്പൂരം സോളിഡ് ആയിട്ടിരിക്കുന്ന സാധനം പെട്ടെന്ന് അത് ഗ്യാസ് ആയി പോവല്ലേ? അവിടെ വേറെ പറഞ്ഞ പോലെ ചേഞ്ചസ് ഇല്ല. സോ അതിന് ടെമ്പറേച്ചർ ഉണ്ടാവുമായിരിക്കും എന്തായാലും ബേൺ ചെയ്യാൻ വേണ്ടി. ഓക്കെ, യെസ്, ഗുഡ് ഡൗട്ട്. അടുത്തത് ഡ്രോ എ പിക്ചർ ഓഫ് റെപ്രസെൻറ്റിംഗ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ്. എൻ്റെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും. വുഡിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്? വരച്ചു നോക്കിക്കോ, നിങ്ങൾ വരച്ച് നോക്കിക്കോ. വുഡിൽ എങ്ങനെയായിരിക്കും മക്കളെ? യെസ്, എങ്ങനെയായിരിക്കും വുഡിലിരിക്കുക? ആൻഡ് സെക്കൻഡ്, വിനീഗറിലിരിക്കുക. വുഡിലിരിക്കുക, വിനീഗറിലിരിക്കുക. ആൻഡ് ലാസ്റ്റ് ഓക്സിജൻ. ഓക്കെ, ഇത്തിരി നെയ്ക്ക് വരയ്ക്കാം. വുഡ്, വിനീഗർ, ഓക്സിജൻ. ഓക്കെ, ഇതിലൊക്കെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഉദ്ദേശിച്ചത്. വുഡിൽ എങ്ങനെയാണ്, വിനീഗർ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിലെങ്ങനെയായിരിക്കും, ആൻഡ് ഓക്സിജനിൽ എങ്ങനെയാണ്. സോ നമുക്ക് ആര് പറഞ്ഞു തരും? അഭിനന്ദന, എങ്ങനെയായിരിക്കും എടാ? അപ്പൊ ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഓക്കെ, എല്ലാവരും വരച്ചാൽ ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ. യെസ്. ആൻഡ് വിനീഗർ എന്ത് സ്റ്റേറ്റിൽ ആക്ച്വലി? ഓക്കെ, ഇതുണ്ടെങ്കിൽ ഇത്തിരി ഇങ്ങനെ കൊടുക്കാം.
ഏത് സ്റ്റേറ്റിലാണ് വിനീഗർ ഇരിക്കുന്നത്? ലിക്വിഡ്. ലിക്വിഡ്. അതുകൊണ്ട് ഇച്ചിരി അകലം പാലിക്കാം. യെസ്. ഇനി നമ്മുടെ ഓക്സിജനോ? ഓക്സിജൻ ആകുമ്പോൾ അറ്റ്മോസ്ഫിയർ സെക്ഷൻ ഭയങ്കര കുറവാണ്, കാരണം അതൊരു ഗ്യാസ് ആണ്. ഉം. ഓക്കെ, അപ്പം ഇങ്ങനെ വരച്ചാൽ മതി. മതി, ഇത്രയും മതി. ഓക്കെ, ഇത് തന്നെയാണോ നിങ്ങൾ വരച്ചത്? യെസ്, ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇത് മറക്കരുത് കേട്ടോ, ഇതൊന്നും തെറ്റിക്കരുത്. ഇതൊക്കെ സിമ്പിൾ കിട്ടുന്ന മാർക്കുകളാണ്. ഓക്കെ, എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിന് തെറ്റിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, അപ്പോൾ വുഡ്, വിനീഗർ, ഓക്സിജൻ കിട്ടുന്ന സംഭവം എന്താണ്? ഗ്യാസ് ആണോ ആൻഡ് അത് ലിക്വിഡ് ആണോ സോളിഡ് ആണോ എന്ന് ആലോചിക്കുക ആൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. യെസ്, അടുത്തത്. Why does the water in the ocean taste salty even though the salt is not visible? Explain. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും? സോൾട്ടി ആണ് നമ്മൾ സോൾട്ട് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ, ആൻഡ് സോൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആ സോൾട്ട് അവിടെ സോൾട്ടി ആയിട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ആര് പറഞ്ഞു? ഹന്നയ്ക്ക് എന്ത് തോന്നുന്നടാ? അത് ഈ വെട്ടി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതന്നെ, ഡിസോൾവ് ആകും. ആൻഡ് ഡിസോൾവ് ആവുന്നത് വെച്ചാൽ ഈ സോൾട്ട് വാട്ടറിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റർ പാർട്ടിക്കിൾ സ്പേസസിൻ്റെ ഇടയിലാണ് പോയി ഇരിക്കുക. ഓക്കെ, അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും, ആസ് നമ്മൾ ഷുഗർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മിസ്സായ പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കുക. ഓഷ്യൻ വാട്ടർ ടേസ്റ്റ് സോൾട്ടി ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഡിസോൾഡ് സോൾട്ട് ലൈക്ക് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് നമ്മളിപ്പോൾ പഠിച്ചതാ, അതുകൊണ്ട് പുതിയതല്ല, 3rd ചാപ്റ്ററിൽ പഠിച്ചതാ. ഓക്കെ, സോഡിയം ക്ലോറൈഡ് ആണ് സോൾട്ട് എന്ന് പഠിച്ചതാണ്, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ദ സോൾട്ട് ഈസ് ബ്രോക്കൺ ഇൻ ടു ടൈനി പാർട്ടിക്കിൾസ് ആൻഡ് മിക്സസ് കംപ്ലീറ്റ്ലി വിത്ത് വാട്ടർ. അപ്പോൾ ഈ സോൾട്ട് എന്ന് പറയുന്നത് ടൈനി പാർട്ടിക്കിൾ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവും. These particles are too small to seen with your eyes. അത് naked eyes കൊണ്ട് കാണാൻ പറ്റില്ല, but they are still present and gives the salty taste. അത് തന്നെയാണ് ആൻസർ. ഓക്കെ, സോ നമ്മുടെ 2nd ചാപ്റ്ററും 1st ചാപ്റ്ററൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. യൂണിഫോം ത്രൂ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. യെസ്, ആൻഡ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹൗ ഡസ് ടെമ്പറേച്ചർ എഫക്ട് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ? എങ്ങനെയായിരിക്കും സ്റ്റേറ്റ് ഓഫ് മാറ്ററും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ? നന്ദബാല. ആ പറഞ്ഞു, ക്വസ്റ്റ്യൻ ആൻസർ കുഴപ്പമില്ല, ഞാൻ പഠിക്കാൻ പറയുമ്പോഴാണ് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. ആ ചെയ്യും. ഹൗ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെൽറ്റിംഗ് പോയിന്റ് വരും, അല്ല ബോയിലിംഗ് പോയിന്റ് നോക്കുമ്പോ നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ അപ്പൊ സ്റ്റേറ്റ് ഡിഫറൻസ് ഉണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോ നമ്മുടെ സ്റ്റേറ്റും മാറും, ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴും നമ്മുടെ സ്റ്റേറ്റും മാറും. ഓക്കെ, സെറ്റ്, അടിപൊളി. യെസ്, ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഗിവ്സ് പാർട്ടിക്കിൾസ് മോർ എനർജി. ഓക്കെ, പോയിന്റ്സ് ആഡ് ചെയ്യേണ്ടതാണ്. കറക്റ്റ് ഉത്തരമൊക്കെ പറഞ്ഞെങ്കിലും കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം. വിച്ച് ക്യാൻ ചേഞ്ച് സോളിഡ്സ് ടു ലിക്വിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ടു ഗ്യാസസ്. ഓക്കെ, ആ എനർജി ചേഞ്ചിന്റെ കാര്യം കൂടെ മക്കളെ ഒന്ന് ആഡ് ചെയ്ത് വെച്ചോ കേട്ടോ. എനർജിയിൽ ചേഞ്ച് വരുന്നതുകൊണ്ടാണ് ആ ചേഞ്ച് വരുന്നത്. നമ്മൾ വൈബ്രേഷൻ വരും, ഹീറ്റിംഗ് കൊടുക്കുമ്പോൾ വൈബ്രേഷൻ വരും, വൈബ്രേഷൻ വരുമ്പോൾ അവർ മൂവ് ചെയ്യുമ്പോൾ വേറെ സ്റ്റേറ്റ് ആവും അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത്? അതേപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റും പറഞ്ഞത്. സോ ആ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കിട്ടിയല്ലോ? യെസ്. അടുത്തത്, ഷുഗർ ആൻഡ് സാൻഡ് ആർ ബോത്ത് സോളിഡ്. ശരിയാണല്ലോ, ഷുഗറും സാൻഡും സോളിഡ് ആണ്. വൈ ഡസ് ഷുഗർ ഡിസോൾവ് ഇൻ വാട്ടർ ബട്ട് സാൻഡ് ഡസ് നോട്ട്? എന്തുകൊണ്ടായിരിക്കും സാൻഡിന് ഡിസോൾവ് ചെയ്യാൻ താല്പര്യമില്ലാത്തത്? യെസ്, ആര് വിളിക്കും? ധൻജയ്. യെസ്, എന്തുകൊണ്ടായിരിക്കും എടാ? ആ പറഞ്ഞോ പറഞ്ഞോ. സാൻഡിന്റെ പാർട്ടിക്കിൾ അട്രാക്ഷൻ ഭയങ്കര കൂടുതൽ, ഷുഗറുടെ അത്രക്കില്ല. പിന്നെന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല. എന്നാ നമുക്ക് വേറെ ഒരാളോട് കൂടെ ചോദിച്ചു നോക്കാം, നിന്റെ അതേ അഭിപ്രായങ്ങളാണോ പുറത്തുനിന്ന് വരുന്നതെന്ന്. ഈശാലിന് എന്താ അഭിപ്രായം? എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ആ, അപ്പൊ ഉത്തരം പറ.
ഒന്ന് ഇത്തിരി ഉറക്കെ പറയാം, എനിക്ക് കേൾക്കുന്നില്ലടാ. ആ ഒച്ചയില് എന്താണ് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അയ്യോ, എന്നാ നമുക്ക് വേറെ ആൾ വിളിക്കാം. വിശാല് പറയുന്ന ഒന്നും ഞങ്ങൾ കേൾക്കുന്നില്ല. ആലിയ ഇവിടെ ഉണ്ടോ? യെസ്, ആലിയക്ക് എന്ത് തോന്നടാ സാൻഡ് ആൻഡ് സോളിഡ് വെച്ച് പറയുകയാണെങ്കിൽ? എന്ത്? Sugar and sand are both solids. Why does sugar dissolve in water? Sugar dissolves in water because sugar is like less sweet or something. Because it has less space or something. നോ. No. പോയി, അതും പോയി. സോ എന്നെ ആരും വിളിക്കും? സ്റ്റീവ്. Miss, because sugar constituent particle ആവാൻ പറ്റും. സാൻഡ് ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളുമാണ്. പിന്നെ സാൻഡിന്റെ ഡെൻസിറ്റി കൂടുതലുമാണ്, വെയിറ്റ് കൂടുതലുമാണ്. ഷുഗറിന് കമ്പാരിറ്റീവ്ലി കുറവുമാണ്. ഓക്കെ, കുറെ പോയിന്റ്സ് ഉണ്ട് നീ പറഞ്ഞതിൽ. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്നല്ല ആക്ച്വലി പറയാ, ഈ ഇന്റർ പാർട്ടിക്കിൾ സ്പേസസിൽ പോയിരിക്കാൻ പാകത്തിനുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ വാട്ടറിൽ ഇരിക്കുന്ന, ഇപ്പം ഞാൻ വാട്ടർ ഉപയോഗിക്കാൻ, ഈ വാട്ടറിൽ ഇരിക്കാൻ എൻ്റെ ഷുഗറിന് പറ്റണം. ഇതിൻ്റെ രണ്ട് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ ഇരിക്കാൻ ഷുഗറിന് പറ്റണം. സാൻഡിന് അത് പറ്റണ്ടാവില്ല. ഓക്കെ, സോ ദാറ്റ് സാൻഡ് ഡിസോൾവ് ആവില്ല. കിട്ടിയോ? ആ അത് തന്നെ. യെസ്. അപ്പോൾ ഓക്കെ, യെസ്, അതും പറയാം നമുക്ക്. Sugar particles are solid but they dissolve in water and occupy some space in between water molecule. നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കാൻ പറഞ്ഞതായിരുന്നു, ഷുഗർ പാർട്ടിക്കിൾസ് സോളിഡ് ആണ് ആൻഡ് അത് ഡിസോൾവ് ചെയ്തിട്ട് സ്പേസുകളുടെ ഇടയിലുള്ള സ്പേസിൽ പോയിരിക്കും. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പെട്ടെന്ന് ഓടിക്കേറി കിട്ടിയ സ്പേസിൽ ഇരിക്കുന്ന പോലെ നമ്മുടെ ഷുഗറിന് ഇരിക്കാൻ പറ്റും. ബിക്കോസ് വാട്ടർ ക്യാൻ ബ്രേക്ക് ഡൗൺ ഷുഗർ പാർട്ടിക്കിൾസ് വിച്ച് റെഡ്യൂസസ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ മിക്സ്ചർ. അതിൻ്റെ വാട്ടറിൻ്റെയും കൂടെ ഒരു ക്വാളിറ്റിയാണ്. വാട്ടറിന് അത് ബ്രേക്ക് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഓക്കെ, അതിൽ ആഡ് ചെയ്യുമ്പോൾ വാട്ടറാണ് അതോടെ ബ്രേക്ക് ചെയ്യുന്നത് ആൻഡ് അവിടെ വാട്ടർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മറ്റേ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കേസിൽ പഠിച്ചിട്ടുള്ളതാണ്, പുൾ ഔട്ട് ചെയ്യുന്നൊക്കെയുള്ള കേസിൽ. ഓക്കെ, ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. ഓക്കെ, വേറെ സാൻഡ് പാർട്ടിക്കിൾസ് ഹാവ് എ റിജിഡ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. സാൻഡ് പാർട്ടിക്കിൾസിന്റെ സ്ട്രക്ചർ അത്യാവശ്യം ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ് ആൻഡ് അതങ്ങനെ ബ്രേക്ക് ചെയ്യാൻ ആർക്ക് പറ്റില്ല? നമ്മുടെ വാട്ടർ പാർട്ടിക്കിൾസിന് പറ്റില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് പറയാം, അവരുടെ ടോട്ടൽ വോളിയത്തിനും അതേപോലെ തന്നെ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഇൻക്രീസിങ് ഉണ്ടാവും. സോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിലും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മൾ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഇന്റർ പാർട്ടിക്കിൾ സ്പേസസിൽ ഒക്യുപ്പൈ ചെയ്യുന്ന കാര്യം ഓർത്തെടുക്കുക. ഓക്കെ ആണല്ലോ? സാൻഡിന് അത് പറ്റില്ല, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല സാൻഡിനെ വാട്ടറിന് നമ്മുടെ ഷുഗറിനെയും സോൾട്ടിനെയൊക്കെ പറ്റും, വലിയ നമ്മളുടെ സാൻഡിനൊന്നും പറ്റില്ല. അതാണ് റീസൺ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. Okay, is every speck of the fine chalk powder still composed of the same element or has it changed into something else on breaking or grinding? Okay, ഇപ്പോൾ നമ്മൾ ചോക്ക് പൗഡർ എടുക്കുകയാണ്. ചോക്ക് പൗഡറിൻ്റെ ഓരോ പീസസും ഓരോ ഫൈൻ പൗഡേഴ്സ് എന്ന് പറയുന്നതും സെയിം സബ്സ്റ്റൻസ് തന്നെയാണ് ആൻഡ് എന്തെങ്കിലും മാറ്റം ബ്രേക്ക് ചെയ്യുമ്പോഴോ ഗ്രൈൻഡ് ചെയ്യുമ്പോഴോ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ആര് പറഞ്ഞുതരും? ജോഷുക്ക് എന്ത് തോന്നുന്നു? ഓക്കെ, എന്ത് തോന്നടാ? ഒന്ന് തന്നെയായിരിക്കോ? എന്താണ്? എടാ, ഇപ്പൊ നമ്മള് കുറച്ച് ചോക്ക് പഠിച്ച് ചെറിയ പൗഡേഴ്സ് ഒക്കെ ആക്കി. ഓക്കെ, എന്നാലും ആ ചോക്ക് പൗഡറിന്റെ അത് സെയിം സബ്സ്റ്റൻസ് തന്നെയായിരിക്കും ആ പൊടിച്ച് കിട്ടുന്നതും, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നോ എന്നാണ് ചോദിച്ചത്. ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോഴോ? സെയിം സബ്സ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും അഡീഷണൽ ആർക്കെങ്കിലും പറയാനുണ്ടോ ഈ ക്വസ്റ്റ്യനിൽ? ആരുടെങ്കിലും ഇല്ല? ഒന്നുമില്ല പറയാൻ? സ്റ്റീവിന്റെ കയ്യിൽ എന്തൊക്കെയോ കുറച്ചധികം ഉണ്ട് എല്ലാ ക്വസ്റ്റ്യനിലും. എനിക്കെന്തോ പറയാനുണ്ട് മിസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്ത് പറയൂ? എന്ത്? ഓക്കെ, അവൻ പറഞ്ഞ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ചേഞ്ചസ് ഉണ്ടാവില്ല.
സ്പെക്ക് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ പാളികളൊക്കെ പോലെയാണ്. അപ്പോൾ ഏറ്റവും ചെറുത് ഒരു മൈന്യൂട്ട് പീസസ് നമ്മൾ പറയില്ലേ. സയൻസിൽ ചേഞ്ച് വരും, ഫിസിക്കൽ ചേഞ്ച് ആണ്. സയൻസിൽ ചേഞ്ച് വരും, ഷേപ്പിൽ ചേഞ്ച് വരും, പിന്നെ എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കില്ല ഇരിക്കുന്നത്. പക്ഷെ സബ്സ്റ്റൻസിൽ വലിയ ചേഞ്ച് ഒന്നും വരില്ല. ന്യൂ സബ്സ്റ്റൻസ് ഫോർമേഷൻ ഇല്ല, കെമിക്കൽ ചേഞ്ച് അല്ലാത്തതുകൊണ്ട്. ഫോർമേഷൻ ഇല്ല, കെമിക്കൽ ചേഞ്ച് ഇല്ല, പക്ഷെ ഫിസിക്കലി ചേഞ്ച് ചെയ്യും. അത് തന്നെ, അതായത് പ്രീവിയസ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. ബിക്കോസ് ചേഞ്ചസ് ഫിസിക്കൽ ചേഞ്ച് ഇൻ വിച്ച് ഓൺലി സൈസ് ഓഫ് ദ സ്റ്റോക്ക് പൗഡർ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ച് ഇല്ല. അത് തന്നെയാണ് കേട്ടോ കറക്റ്റ് ആൻസറാണ് പറഞ്ഞത്. സോ നേരിട്ട് പറഞ്ഞാൽ പോരാ, എന്താണ് ആ ചേഞ്ച് എന്നും കൂടെ പറയാൻ പറ്റണം. ഓക്കെ ആണല്ലോ, വെരി ഗുഡ്, അടിപൊളിയായിട്ട് പറഞ്ഞു. യെസ്, അപ്പോൾ അത് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും അതൊക്കെ വേറെ ചാപ്റ്റർ അല്ലേ, പണ്ടല്ലേ പഠിച്ചതെന്ന് പറഞ്ഞാൽ വിട്ട് കളയരുത്. ഈ കേസിലൊക്കെ അത് യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അല്ലാണ്ട് ആ ഒരു യെസ്സിന് മാത്രം മാർക്ക് കിട്ടില്ല. ചേഞ്ച് വരുന്നുണ്ടോ, യെസ് എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് വരില്ല, അതിന് ഹാഫ് മാർക്ക് കിട്ടുള്ളൂ. ബാക്കി ഫുള്ള് കിടക്കുന്നത് ആ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പോരെ, ഈ ചാപ്റ്ററിൽ പോരെ. ഓക്കെ ആണല്ലോ, യെസ്. അപ്പോൾ എക്സാം ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചാപ്റ്ററിൻ്റെ പകുതി എത്തിയിട്ടുണ്ട് റിവിഷനിൽ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി തന്നെ കണ്ടിന്യൂ ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്ത് പഠിക്കുക. ആൻഡ് ഇന്ന് എന്തായാലും 50 മാർക്സിൻ്റെ എക്സാം ആണെന്ന് അറിയാലോ, അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ. അപ്പോൾ അതുകൊണ്ട് പേരൻസിനെ വിളിച്ചിട്ട് ഓടി വായോട്ട് മക്കളെ.